ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. ഈ വരുന്ന സെറ്റ് എക്സാമിന് നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? വിഷമിക്കണ്ടെന്നേ. ഒരു 7 to 8 hours ഇനിയെങ്കിലും നിങ്ങൾക്ക് ഓരോ ദിവസം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇനി എന്തിനാണ് ഈ ഒരു സെറ്റ് എക്സാം ഇത്ര ധൃതി പിടിച്ച് പാസ്സാകുന്നത് അല്ലെ? NVHSC എക്സാം വിളിക്കാൻ പോവുകയാണ്. HSSC എന്തായാലും കഴിഞ്ഞല്ലോ. ആ ഒരു പ്രതീക്ഷ ഇനി ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വരുന്ന ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് NVHSC എക്സാം ആണ്. ആ NVHSC എക്സാമിന്റെ നോട്ടിഫിക്കേഷന് തൊട്ട് മുമ്പ് നടക്കുന്ന അവസാനത്തെ സെറ്റ് എക്സാം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ എക്സാം പാസ്സാവേണ്ടതാണ് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞു, ഒരു 7 to 8 hours എങ്കിലും സ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് കാര്യമുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ഈ സെറ്റ് സുവോളജി, നമുക്കറിയാം സെറ്റ് സുവോളജിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സിലബസ് ആണ് അല്ലെ? ആ വാസ്റ്റ് സിലബസ് ഇത്ര സമയം കൊണ്ട് സ്പെൻഡ് ഇല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് തീരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 7 to 8 hours എങ്കിലും, അതൊരു മിനിമം അവേഴ്സ് ആണ്, അത്രയും അവേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടേ മതിയാവും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ എന്ന് അല്ലെ? നമുക്ക് ആദ്യത്തെ 5 ദിവസം, ഒരാഴ്ചയിൽ 5 ദിവസം, ഇതിപ്പോ 1 മുതൽ 5 ദിവസത്തെയാണ്. 6ാമത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. പിന്നെ 7ാമത്തെ ദിവസം അത് സൺഡേ ആയിരിക്കും തീർച്ചയായിട്ടും. ആ സൺഡേ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുറേ അധികം PYQs ചെയ്യാനുള്ള സമയം. അങ്ങനെ വെറുതെ PYQs ചെയ്താൽ പോരാ, ടൈമർ വെച്ച് വേണം അല്ലെ? നമുക്കറിയാം ഒരു സെറ്റ് എക്സാമിന്റെ സമയം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സെറ്റ് എക്സാമിന്റെ ടൈമർ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ആ എക്സാംസ് അറ്റൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം? ഒരു ടൈമർ വെച്ച് കറക്റ്റ് ടൈം നോക്കി സെറ്റ് എക്സാം അല്ലെങ്കിൽ ആ സെറ്റ് എക്സാമിന്റെ സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിലെല്ലാം അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് എവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നോ എന്ന് നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ അത്രമാത്രം, ഒരു PYQസിന്റെ പ്രത്യേകത അതാണ് അല്ലെ? എത്രമാത്രം PYQs നിങ്ങൾ ചെയ്യുന്നോ അത്രമാത്രം നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾ തേടിയെത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഒരു ഡേ 1 മുതൽ ഡേ 5 വരെ പഠിക്കാനുള്ള ഏതെല്ലാം പോർഷൻസ് ആണ്, ഏതെല്ലാം മൊഡ്യൂൾസ് ആണ് ഓരോ ദിവസം തീർക്കേണ്ടത്. ഇപ്പൊ ഡേ 1 നമുക്കറിയാം സെൽ സൈക്കിൾ ആണ് അല്ലെ? നമുക്ക് എല്ലാം അല്ലെങ്കിൽ ഒരു A to Z കാര്യങ്ങളും പഠിച്ച ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന റീജിയൻസ്. നമുക്ക് ഒരിക്കൽ PYQ എന്ന് പറയുന്നത്, നമ്മൾ PYQനെ എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? PYQനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും ആ സെയിം ക്വസ്റ്റ്യൻസ് പിറ്റേ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുകൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് വരുന്ന റീജിയൻസ്, സെയിം ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും, പക്ഷെ ആ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ആവർത്തിച്ച് LBS ചോദിക്കുന്ന റീജിയൻസ്. ആ റീജിയൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? PYQസിനെ. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ PYQs നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന റീജിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡേ 1 നമുക്ക് എന്തെല്ലാം പഠിക്കാം? സെൽ സ്ട്രക്ചർ, സെൽ ഓർഗനൽസ്, സെൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, ഇത്ര നമുക്ക് ഡേ 1 പഠിക്കാം. ഡേ 2 ആകുമ്പോഴേക്കും അവിടെ നമുക്ക് സെൽ സൈക്കിളും മൈറ്റോസിസ്, മിയോസിസ് ആൻഡ് ക്യാൻസർ ബയോളജി. പറയുമ്പോൾ ഇത്ര ടോപ്പിക്കേ ഉള്ളൂ, പക്ഷെ നമ്മൾ വരിക്കും ഒരു +2 ലെവലിലല്ല ഇത് പഠിക്കേണ്ടത്, ഒരു ഡിഗ്രി ലെവലിലും അല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏത് ലെവലിലാണ് പഠിക്കേണ്ടത്? PG ലെവലിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന പോർഷൻസ് ആണ് ഇത് അല്ലെ? അടുത്ത ഡേ 3 വരുമ്പോഴേക്കും നിങ്ങൾക്ക് DNA സ്ട്രക്ചറും റിപ്ലിക്കേഷൻ ആൻഡ് ജെനറ്റിക് കോഡ് പഠിക്കാം. ഡേ 4 ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷൻ ആൻഡ് ജീൻ റെഗുലേഷൻ. അപ്പൊ സെൽ സൈക്കിളും പഠിച്ചു. ഇല്ല, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ഒരു പോർഷൻസ് പഠിക്കാനുള്ള സമയമാണ് ഏതെന്ന് പറയുന്നത് ഡേ 1 മുതൽ 5. കാരണം ഇത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ പോർഷൻസ് നമുക്ക് ആദ്യം പഠിക്കുകയാണെങ്കിൽ ഒരു 10 മാർക്ക് കിട്ടാനുള്ള ഒരു പോർഷൻസ് നമ്മൾ എവിടെ പഠിച്ചു കഴിയും? ഈ ഡേ 1 മുതൽ 5 വരെയുള്ള ടൈമിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡേ 5 മെന്റലും ജെനറ്റിക്സും ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനും ഇത്രയുമാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? പോസ്റ്റ്പോൺ ചെയ്യപ്പെടേണ്ടി വന്നേക്കാം അല്ലെ? പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത ദിവസത്തേക്ക് വേണ്ടി പോസ്റ്റ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം സമയം കൂട്ടണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആ ടൈം മാനേജ് ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ പഠിക്കാൻ. ഇത് ഡേ 1 മുതൽ 5 വരെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി. അടുത്തത് ഡേ 6 മുതൽ 10 വരെയുള്ള സമയമാണ്. ഇതിനകത്ത് ജെനറ്റിക്സിന്റെ കുറച്ച് പോർഷൻസും ബയോ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിയോളജി പോർഷൻസും വരുന്നത്. ഇനി ഫിസിയോളജിയിലെ എൻറ്റയർ പോർഷൻസും നമ്മളിവിടെ ഇട്ടിട്ടില്ല.
ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേ 6 നിങ്ങൾ പഠിക്കുന്നത് ജെനറ്റിക്സിന്റെ മ്യൂട്ടേഷനും ക്രോമോസോമൽ അബറേഷനും ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സുമാണ് ഇവിടെ നമ്മൾ പഠിക്കുക. ഡേ 7 ബയോകെമിസ്ട്രിയുടെ പ്രോട്ടീൻസ്, എൻസൈംസ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ്സ്. പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് തീർന്നു ബയോകെമിസ്ട്രി അല്ലേ. ഇവിടെ നിങ്ങൾ എന്തെല്ലാം പഠിക്കും? ഇവിടെ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ പഠിക്കണം, അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കണം, അതുപോലെ തന്നെ അതിന്റെ കാരണം സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് അല്ലെ. അതിന്റെ മെറ്റബോളിസം പഠിക്കണം. ബയോകെമിസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഒറ്റ അടിക്ക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് സ്ട്രക്ചർ, ഫംഗ്ഷന്, അതിന്റെ മെറ്റബോളിസം, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കാനുള്ളത്. അതുപോലെ എൻസൈംസ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനും ബാധകമാണ്. ഇനി അടുത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഡേ 8 ആണ്. ഡൈജഷൻ പഠിക്കണം, റെസ്പിറേഷൻ പഠിക്കണം, ആൻഡ് റെഗുലേഷൻ പഠിക്കണം. നിങ്ങളിപ്പോൾ ഏതൊരു ഫിസിയോളജിക്കൽ പോർഷൻസ് എടുത്തു കഴിഞ്ഞാലും വെറുതെ ഫിസിയോളജിയിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫിസിയോളജി മാത്രം പഠിച്ചുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും ഡൈജഷൻ പഠിച്ചാൽ അതിന്റെ റെഗുലേഷൻ പഠിക്കണം, അതിന്റെ എൻഡറിക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം. തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ റെസ്പിറേഷൻ പഠിച്ചാലോ, ഇത് ഏതൊരു ഫിസിയോളജിക്കൽ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാലും അതിനോടൊപ്പം വരുന്ന റെഗുലേഷന് അത്രമേൽ ഇമ്പോർട്ടൻസ് അതിനകത്തുണ്ട്. അല്ലാതെ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റംസും അതിന്റെ പാർട്സും മാത്രമല്ല ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. പകരം എന്താ, അതിന്റെ റെഗുലേഷൻ കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം. അടുത്ത ഡേ 9 എന്ന് പറയുന്നത് സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡേ 10 നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും. അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ വീക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താനായിട്ട് സാധിക്കും? ഈ പറഞ്ഞ ബയോകെമിസ്ട്രിയും തീർക്കാം. അതുപോലെ ജെനറ്റിക്സ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു അല്ലെ. അപ്പൊ അന്ന് തീരാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ആ പോർഷനും കൂടെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ? ഈ ഡേ 6 മുതൽ 10 വരെയുള്ള പോർഷൻസ് തീർക്കാൻ. ഇത്രയും ഫോക്കസ്ഡ്, ഇത്രയും ഏരിയസ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഏരിയസ് ആണ്. ആ ഫോക്കസ്ഡ് ഏരിയസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തിനുള്ള മാർക്ക് കിട്ടും? ഈ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് കിട്ടും. ഇനി നമ്മൾ ഡേ 16 മുതൽ 20 വരെ ഏതെല്ലാമാണ് നമുക്ക് പഠിക്കാൻ നോക്കാം. ഡേ 16 പോപ്പുലേഷൻ എക്കോളജി ആൻഡ് കമ്മ്യൂണിറ്റി എക്കോളജി. ചില ആളുകൾക്ക് സംബന്ധിച്ച് എക്കോളജി എന്ന് പറഞ്ഞ പോർഷൻസ് വളരെ ഈസി ആയിരിക്കും അല്ലെ. ആ ഈസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ രണ്ട് പോർഷൻ, ഞാനിപ്പോ എക്കോളജി എല്ലാവർക്കും ഒരുപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യാം? ഇത് വളരെ കുറച്ച് പോർഷൻസ് ഉള്ളെങ്കിൽ അടുത്ത ദിവസം പഠിക്കാനുള്ള പോർഷൻസ് കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് കയറി പഠിക്കാം. ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീക്സിൽ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള പോർഷൻ കൂടി എന്ത് ചെയ്യാം? ഈ വരുന്ന പോർഷൻസിനോട് ആഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. അടുത്ത ഡേ 17 എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ബയോളജിയാണ്. ഡേ 18 ഡാർവിനിസം, നിയോ ഡാർവിനിസം, എവല്യൂഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. അടുത്ത ഡേ 19 ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ഹാർഡി വെൻ പ്രിൻസിപ്പിൾ. ഡേ 20 നോൺ കോഡേറ്റ്സ് ആൻഡ് പ്രോട്ടോസോവൻ ടു എക്ഡോവ്ലിമിറ്റ്. അതായത് ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തെല്ലാം പഠിക്കും? എക്കോളജി പഠിക്കും, അതുപോലെ തന്നെ എവല്യൂഷൻ പഠിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡൈവേഴ്സിറ്റി കൂടി പഠിക്കും അല്ലെ. ഡൈവേഴ്സിറ്റി മൊത്തമില്ല, കോഡേറ്റ്സ് മാത്രം, നോൺ കോഡേറ്റ്സ് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമുക്കതറിയാം, ഈ ഡൈവേഴ്സിറ്റി ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് അടിമ ഡൈവേഴ്സിറ്റി ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സെറ്റ് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോർഷൻസ് ഇനി നിങ്ങൾക്ക് ഒരു PG ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനെ പഠിക്കാം? ഈ നോൺ കോഡേറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഇനി നിങ്ങൾ പഠിച്ചിട്ട് എങ്ങും എത്തിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാം? NCERT ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. NCERT ടെക്സ്റ്റിൽ നിന്ന് എന്തായാലും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടുന്ന് തുടങ്ങണം? ഈ ബേസ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് NCERT നിന്ന് തുടങ്ങാം. NCERT നിന്ന് തുടങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ ഡിഗ്രി ലെവലിലോട്ട് PG ലെവലിലോട്ടൊക്കെ പോകാനായിട്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ ഡേ 16 മുതൽ 20 വരെ നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ എവല്യൂഷൻ പഠിച്ചു, അതുപോലെ എക്കോളജി പഠിച്ചു, അതുപോലെ അനിമൽ ഡൈവേഴ്സിറ്റി കൂടി പഠിച്ചു അല്ലെ. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഒരു ഡേ 1 മുതൽ 5 വരെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു ഡ്രോബാക്ക് പഠിച്ചു തീരാൻ പറ്റുന്നുണ്ടോ എന്ന്. നമുക്ക് ഇതെല്ലാം ഓരോ ലൈവ് കൊണ്ട് പഠിച്ചാലോ. ഇപ്പൊ നമ്മൾ ആദ്യം ഡേ 1 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ഡേ 1 മുതൽ 6, ഈ പറയുന്ന ഡേ 6 മ്യൂട്ടേഷൻ, ക്രോമോസോമൽ അബറേഷൻസ് ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ രാവിലെ 6 മണി മുതൽ, അല്ലെങ്കിൽ രാവിലെ ഒരു 6 മണി വേണ്ട, രാവിലെ നിങ്ങൾ ഒരു 8 മണി മുതൽ ഒരു 5 മണി വരെ ഇരുന്ന് പഠിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ ഇരുന്നു നിങ്ങൾക്ക് എത്ര പോർഷൻസ് തീർക്കാൻ സാധിക്കും? അല്ലെങ്കിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും? ഇവിടെ എല്ലാം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് 2 മണിക്കൂർ നീളുന്ന ഒരു ലൈവ് കൊണ്ട് തീർത്താലോ? അതല്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, ലൈവിലൂടെ ചെയ്യുകയും ചെയ്യാം അല്ലെ. ഈ പറയുന്ന റിവിഷൻ ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 2 നടക്കുന്ന സെറ്റ് എക്സാമിന് ഈ ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പക്ഷെ സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം.
അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന പോർഷൻസിനകത്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാകാനുള്ള മാർക്ക് നമുക്ക് കിട്ടിയേക്കും. പക്ഷെ ഒരു നല്ല മാർക്കോടുകൂടി പാസ്സാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് CCയിൽ വിന്നേഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 200 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കിട്ടും. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി റിവിഷൻ ചെയ്യാം അല്ലെ. അപ്പോഴൊക്കെ നമുക്ക് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അതൊരു 30 മണിക്കൂറിന്റെ റിവിഷൻ ലൈവ് ബാച്ചുകൾ മാത്രമാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നടത്തുന്ന റിവിഷൻ ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ റിവിഷൻ ലൈവുകളാണ് ലാസ്റ്റ് വരുന്ന 30 ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഈ 200 മണിക്കൂർ ക്ലാസ്സുകളിലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റും കിട്ടും, അതുപോലെ തന്നെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അത് മാത്രമല്ല ഈ പറഞ്ഞ പോർഷൻസ് അത് ഓരോ വീക്കിലും നമുക്ക് ലൈവ് ക്ലാസ്സുകളും വരും. അതിനോടൊപ്പം തന്നെ ഓരോ വീക്കെൻഡുകളിലും നിങ്ങൾക്ക് മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരമുണ്ട് അല്ലെ. ഓരോ മോഡൽ എക്സാംസും സാധാരണ LBS എങ്ങനെയാണോ എക്സാം നടത്തുന്നത് അതുപോലെ ആ സെയിം മോഡലിൽ തന്നെയാണ് നമ്മൾ ഇവിടെ എക്സാംസും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലാസ്റ്റ് കേരള സെറ്റിന്റെ റിസൾട്ട് ആണ്. പൊതുവെ സെറ്റ് എക്സാമിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കുറവായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ സുവോളജിക്കാരെ സംബന്ധിച്ച് CCയിലെ ഏറ്റവും നല്ല റിസൾട്ടാണ് ഓരോ വർഷം ഉണ്ടാവുക. ഒരിക്കലും എപ്പോഴും മൊത്തം ശതമാനത്തിന്റെ എടുത്തു വേണമെങ്കിൽ പോലും അവിടെ ഒരു 50% CCയിലെ കുട്ടികളായിരിക്കും. ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറയും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന്റെ റിസൾട്ടിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം ഇല്ലെങ്കിൽ അടുത്തൊരു സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഇതിനകത്ത് കാണുന്ന ഈ പോസ്റ്ററിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ തലയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടം വരെയായിരുന്നു? ഡേ 20 വരെയുള്ള ടൈംടേബിൾ ആണ് അല്ലെ. ഇത് ഡേ 21 മുതൽ 25 വരെയുള്ളതാണ്. 20ൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നോൺ കോഡേറ്റ്സ് വരെയായിരുന്നു അല്ലെ. ഡേ 21 നമ്മൾ എന്ത് പഠിക്കും? കോഡേറ്റ്സ്, പീസസ് ടു മമേലിയ, അതും അതിന്റെ റിവിഷൻസും. അപ്പൊ നമ്മൾ ഓരോ വീക്കെൻഡിലും ഞാൻ റിവിഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഓരോ വീക്കെൻഡിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എന്ത് ചെയ്തേ മതിയാവും, റിവിഷൻ ചെയ്തേ മതിയാവും. ഡേ 22 റീകോമിനന്റ് ഡിയേറ്റഡ് അവിടെയൊക്കെ നമ്മൾ എന്ത് വരും, നമ്മൾ ബയോടെക്നോളജി പോർഷൻസിലോട്ട് വരും. ഡേ 23 PCR, സീക്വൻസിങ് ആൻഡ് ബ്ലോട്ടിംഗ് ടെക്നിക്സ് പഠിക്കും. ഇത് രണ്ടും എന്തിൽ വരുന്നത്? ബയോടെക്നോളജി പോർഷൻസ് ആണ് അല്ലെ. ഡേ 24 ജീനോമിക്സ്, പ്രോട്ടോണിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് പഠിക്കും. ഡേ 25 അനിമൽ ബിഹേവിയർ ആൻഡ് എത്തോളജി പഠിക്കും. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഡേ 26 മുതൽ 30 വരെയുള്ള ടൈമിലാണ്. ഇവിടെയാണ് നമ്മൾ എന്തൊക്കെ പഠിക്കാം? പാരസൈറ്റോളജി ആൻഡ് എക്കണോമിക് സുവോളജി പഠിക്കാം. അതുപോലെ എൻവയോൺമെന്റൽ ബയോളജി ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ പഠിക്കാം. നമ്മൾ എക്കോളജിയിലെ കുറച്ച് പോർഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. അവിടെ പഠിക്കാത്ത കുറച്ച് പോർഷൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. 28 എന്ത് ചെയ്യാം? ഈ 27 വരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 25 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ഓൾമോസ്റ്റ്. ഇനി അത്ര തീരാത്ത കുറച്ച് പോർഷൻസ് മാത്രമേ ഒരു 27 പോകാൻ പാടുള്ളൂ. 28ഉം 29ഉം 30 എന്ന് പറയുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള സമയമായിരിക്കണം? ഒരു മോക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മോഡൽ എക്സാംസ് എഴുതി പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടി തറവാക്കാനുള്ള ഒരു സമയമായിട്ടായിരിക്കണം ലാസ്റ്റ് 3 days വെക്കുക. അല്ല ലാസ്റ്റ് 3 daysഉം നമ്മൾ ഈ തിയറീസ് പഠിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ എത്ര മാത്രം തിയറീസ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ റിവിഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും വായിച്ചു നോക്കി റിവിഷൻ ചെയ്യുന്നതാണോ? അങ്ങനെയല്ല. മോഡൽ എക്സാംസ് ചെയ്ത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്റ്റഡി രീതി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഒന്നും പഠിച്ചില്ല നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. 200 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി ഒന്നും പഠിച്ചിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവരും നിങ്ങൾ വിഷമിക്കേണ്ട. 200 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുവല്ലേ CCയുടെ പുതിയ വിന്നേഴ്സ് ബാച്ചിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.